മുഖത്തേക്ക് വന്നോ? എനിക്ക് കളി കഴിഞ്ഞ് വരുമ്പോ ഈ വേഷമൊക്കെ ഒന്ന് അഴിച്ചു വെച്ചുവിടാ. എന്തിന്? പത്താള് കാണട്ടെ. ഞാൻ വേഗം പോയി ചായ ഉണ്ടാക്കട്ടെ. ഇതൊരു കലയാണല്ലേ തമ്പുരു. എന്ത്? ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഏർപ്പാടേ. ആ, അതിനുള്ള കൈപുണ്യം ദൈവം നിനക്ക് കനിഞ്ഞു തന്നിട്ടുണ്ട്. അതെ, ഉപ്പ് കൂടാൻ പാടില്ല, മുളക് കൂടാൻ പാടില്ല. ഇനിയിപ്പോ ഈ കത്തിന് തീയിലേശം കൂടുക കുറയുക ചെയ്താൽ പോലും ഭക്ഷണത്തിന് നമ്മൾ വിചാരിച്ച ടേസ്റ്റേ ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇതാ ചായപ്പൊടി ഇടാൻ പോവാണ്. ഇത്തിരി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 സ്പൂൺ കൂടുതലിട്ട് എന്തുണ്ടാവും? കഴിച്ചിട്ട് വായിലേക്ക് വെക്കാൻ പറ്റുമോ? ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പോലും അറിയില്ല. ആര് പറഞ്ഞു? അതൊക്കെ പെണ്ണുങ്ങൾക്ക് അറിയാം. നീ ആദ്യം ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി, എന്നിട്ട് മതി ചായയും ചോറും ഒക്കെ. വേഷമൊക്കെ ഞാൻ മാറ്റാം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ചായ നോക്ക്. ഓ, മാറ്. നീ ഇതിലൂടെ പോയിക്കോ. അയ്യേ, നീ ഇതിലൂടെ പോയിക്കോടെ. മാറതെങ്ങനെ പോണു? ഇതിലൂടെ പോയിക്കോ. എങ്ങനെ പോണെന്ന്? ഇത്ര സ്ഥലമില്ലേ നിനക്ക് പോവാൻ? അയ്യോ, നീ പോയിക്കോന്ന്. തള്ളി പിടിച്ചിട്ടുണ്ട്. എന്തിയടാ? ഏയ്, ഒന്നുമില്ല. പിന്നെ ഞാനിതൊന്ന് മാറിക്കോട്ടെ വെങ്കടി. അതിന് ഞാനിവിടെ നിന്ന് എന്താ കുഴപ്പം? അത് വേണ്ട, അത് ശരിയാവില്ല. നിനക്ക് നാണോണേ? നാണെങ്കിൽ നിനക്ക് നാണോ? നിന്റെ എന്ത് ചെയ്യൂന്ന് ഓർത്തു. വെങ്കി ഇവിടെ നിൽക്കണ ഞാൻ ഊരില്ല. പോ, പുറത്തേക്ക് പോ. പുറത്തേക്ക് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് തല്ലിക്കൊല്ലണം. എന്തൊരു ചൂടാണ്. എന്താ ഈ കാണിക്കുന്നത്? നാണല്ലാത്ത സാധനം. ഇത്തിരി കാറ്റ് കയറട്ടാ. നാണമാകുന്നു, മേനി നോകുന്നു, നിന്റെ കൈകൾ എന്നെ മുടുമ്പോ. ഇളം നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം. ആട്ടമാ തേരോട്ടമാ. എവിടെ പോയത്? ഇട്ടിട്ടില്ല. എടാ, വെങ്കിടിയും കനകപ്പെണ്ണും തമ്മിൽ പ്രേമാന്ന് കേട്ടു. ശരിയാ? ആവോ. ഓ, എന്നെ ഇപ്പൊ തിന്നോ നീ? എല്ലാരും പറയണ്ടടാ, നല്ല കുട്ടിയാടാ അവള്. ഓന് നല്ലോണം ചേരും. നോക്കിയ കണ്ണെടുക്കാൻ തോന്നൂല അതിന്റെ മുഖത്തുനിന്ന്. എന്താ അതിന്റെ ഒരു കണ്ണും മൂക്കും ചിരിണ്ടായൊക്കെ ചെയ്യോ? ബാക്കിയൊക്കെ ഓൻ നോക്കിക്കോളും.
അവളുടെ ഒരു ചിരി അവൻ്റെ ഒലിപ്പിക്കലും. നിങ്ങളെ രണ്ടാളുടെയും കൂടെയുള്ള കുളി ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഈ കണ്ട പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നിട്ട് അതിൻ്റെ കുളി. നീ ഇങ്ങ് പൊങ്ങി വാടാ. നീ എത്ര നേരം മുങ്ങിക്കിടക്കുന്നു ഞാനൊന്ന് കാണട്ടെ. ഞങ്ങൾ ഇറങ്ങി തലമണ്ട പൊട്ടിക്കണോ അതോ നീ ഇങ്ങോട്ട് വരുന്നോ? നീ ഒന്ന് തിരിയൊന്ന് കാണട്ടെ. ഞാൻ എന്റെ കൂട്ടുകാരൻ അന്വേഷിച്ച് വന്നപ്പോ കാല് തെറ്റിട്ട് കുളത്തിൽ വീട് പോയാണ് ഞാൻ. കുളത്തുനിന്ന് കഴുതേ, അല്ലെങ്കിൽ ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. ഞാനേ അങ്ങോട്ട് നീന്തി വന്നോട്ടെ. സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കുളി കാണാൻ വന്നതല്ല. എനിക്ക് പെണ്ണുങ്ങളെ വെറുപ്പാണ്. അങ്ങനത്തെ ഞാൻ അല്ലെങ്കിൽ ഇന്നത്തെ കാണാനുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഞാനൊരു കോഴിയൊന്നുമല്ല. അയ്യോ കഷ്ടമാണ്. ആരെങ്കിലും ഓടി വരണേ. അതെ, ഏത് നേരം ഞങ്ങള് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാത്. ഞങ്ങൾ ആരും തുണി അടിച്ചിട്ട് ആടി കളിക്കുന്നില്ലല്ലോ ഇവനെ ഒഴിഞ്ഞു വെക്കാൻ. ഇനി ഇനി ഉണ്ടാവില്ല. നിനക്കളെ ഞാൻ വെച്ചിട്ടുണ്ട്. ശരിക്കും തേച്ചു പിടിപ്പിക്ക്. നിന്നെ കുറിച്ചുള്ള എല്ലാ ധാരണകളും ഇന്നത്തെ ഒരൊറ്റ സംഭവത്തോടെ തീർന്നു കിട്ടി. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് തന്നെയാണ് ആകർഷണം തോന്നേണ്ടത്. പക്ഷെ നിനക്ക് ആക്രാന്തമായി പോയി. അതിന് ചുട്ടടി തന്നെയാണോ മരുന്ന്. കാണേണ്ടതൊക്കെ കണ്ടെങ്കിലേ പിന്നെ കുറച്ച് അടി കിട്ടിയാലെന്താ കുഴപ്പം? ഭാഗ്യവാൻ എന്തൊക്കെ കണ്ട്. ഓ, അവന്റെ നോട്ടം കണ്ടില്ലേ? എന്തൊക്കെയായിരുന്നു വീമ്പ് പറച്ചല്. പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, അവരെ വെറുപ്പാണ്. ഇത്രയും വെറുപ്പുള്ളവര് പിന്നെ എന്ത് ഒളിഞ്ഞു നോക്കാനാണ് ആ കുളത്തിന്റെ അവിടെ പോയത്? സത്യം പറഞ്ഞ ഇത്രയും പെണ്ണുങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോ നിന്റെ കൺട്രോൾ പോയിട്ടല്ലടാ നീ എടുത്തിയാടിയത്. സത്യം പറഞ്ഞ നീ പറയണ കേട്ടാ തോന്നുന്നു ഞാൻ പെണ്ണുങ്ങളെ കാണാത്ത ആളാണിത്. ഞാൻ അസല് പെണ്ണുങ്ങളുടെ കൂടെ നിന്ന് കളിക്കുന്ന ആളാണ്. ശരിക്കും എന്തുണ്ടായത് നീ ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? നീ ആരടാ? പെണ്ണുങ്ങളുടെ ഒപ്പം കളിക്കും, ആണുങ്ങളുടെ ഒപ്പം കളിക്കും. നീ ആരടാ? സകലകലാവല്ലവനാ. എന്താ ഉണ്ടായത്? ഇതിനൊക്കെ കാരണം നീ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്ത്? പറടാ. പറയില്ല. പറയാൻ എനിക്ക് മനസ്സില്ല. നീ പറയടാ. അവളുമാരെ വിചാരിച്ച് ഞാൻ അവളുമാരെ എന്തോ കുന്തം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. നീ അവറ്റകൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തുള്ളിച്ചോ എന്നാ പോലും നോക്കില്ല ഞാന്. നിനക്കപ്പ ഇപ്പോഴും കണ്ടു മതിയായില്ലല്ലേ? നോക്കുവെങ്കിലേ അടിയുടെ വേദന ഞാൻ സഹിക്കാം. പക്ഷെ ആ പെണ്ണുങ്ങളെ കൂട്ടിക്കെട്ടി എന്നെ തരം താഴ്ത്തിയുള്ളതിന്റെ സംസാരം ഉണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ വയ്യ. ആ കൂത്തച്ചികളെ എന്നെ ഇടിക്കണം നീ കണ്ടതല്ലേ? എന്നിട്ട് എവിടെയെങ്കിലും പൊട്ടിയോ മുറിഞ്ഞോ നോക്കണേ മരക്കളിയൊക്കെയാണ്. കൂടെ പരമനേക്കാ സ്നേഹം എന്നെ ഉണ്ടെന്ന് പറഞ്ഞത് ഇതാവണ്ടല്ലേ? നോട കല്ല് വെച്ച നോട, ഇതാ നിന്റെ സ്നേഹം. പോടാ, വിട് 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 പോട്ടെ. ഇവൻ ഇത്തരക്കാരനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ നിന്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കുമോ?
എന്തായാലും നിങ്ങൾ കണ്ടെത്തിയ പുള്ളിയുള്ള ആ വേഷം കിട്ടി തലേ കൊടാൻ വെച്ചത് ഇങ്ങനെ ഒരു നിപ്പ എന്നിട്ട് ഇങ്ങനെ ഒരു പോക്ക് ജയം പോണ പോലെ നെഞ്ചും വെച്ച് മസിലും പരിപ്പിച്ച് നിൽക്കുമ്പോ ആരെങ്കിലും വിചാരിക്കും ഇവ എങ്ങനെ ഒരുത്തനാണെന്ന്. വെങ്കിടിയെ ഈ സൂക്ഷിച്ചോ, പെണ്ണുങ്ങളുടെ പ്രേമം പോലെയല്ല പെൺകൂസന്മാരുടെ പ്രേമം. ആ ഇന്നാള് വേറെ സംഭവം ഉണ്ടായി. കിടന്നുറങ്ങുമ്പോഴാണ് ജെക്കി പിടിച്ച് കൊല്ലാൻ നോക്കണത്. എന്തിന്റെ ഭ്രാന്താണ് നിനക്ക്? നീ എന്താ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്? ഒന്നുമില്ലേ? കഴുത്ത പിടിച്ച് ഞെക്കിട്ട് ഒന്നുമില്ലെന്നാ? കിടന്നുറങ്ങാനും സമ്മതിക്കില്ലടാ. ഒരു കുടുംബം നോക്കണ മനുഷ്യനെ നേരിട്ട് വട്ടം കറക്കണ്. നിന്റെ ഒരു സ്വപ്നവും നടക്കില്ല. അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചോ കേട്ടോ. കഴുതയില്ല കനക. ഞാനും വെങ്കിടും തമ്മിൽ ഇഷ്ടാ. അല്ല, ഞാൻ ആരെ കല്യാണം കഴിച്ച നിനക്കെന്താ? വെങ്കിട് നിന്റെ ആരാ? വെങ്കിടി ഒരു ആണാണ്, ഞാനൊരു പെണ്ണാണ്. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കും. സുഹൃത്താണെങ്കിൽ നീ കൂടെ നിൽക്കേ. നിനക്കിത് അസൂയയാ. അസൂയക്കും കുശുമിന്റെ നല്ല ചുട്ട അടിയാണ് വേണ്ടത് കേട്ടോ. മിണ്ടാണ്ട് പൊക്കോടുന്നു. എന്ത് ചെയ്യൂ നോക്ക്. വേലി കിടക്കണ പാമ്പിനെടുത്ത് തോളിലിട്ട പോലെ. അന്ന് വീട്ടിൽ ചെന്നപ്പോഴല്ലേ ഇതിന്റെ ബാക്കി പൂരം. എന്താ വരൂ? നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ തുറന്നു പറയണം. അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെ അറിയും? നീ ഇന്ന് കനകയെ കാണാൻ പോയ. അപ്പൊ മനസ്സിലായല്ലോ, അതന്നെ കാര്യം. ഞാൻ ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ പോയി കാണും, ഉറങ്ങും, കൂടെ കിടക്കും. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ തോന്നിയ പോലെ ജീവിക്കുന്നവനാ. അങ്ങനെയുള്ള എന്നെ നിയന്ത്രിക്കാൻ വന്നാലല്ല. അതിന് നീ ആയിട്ടില്ല. മനസ്സിലായ? വേഷം കെട്ടാൻ പറഞ്ഞു. എന്താണ് ഓഫ് ചെയ്തില്ലെങ്കിൽ ശവ ഇനിയും വരും. ആഷാഢമാസം ആത്മാവിൻ മോഹം അനുരാഗമധുരമാന്തരീക്ഷം. ഒന്ന് നിർത്തറ. വാ കേറി വാ. ആരവരൊക്കെ? ഫ്രണ്ട്സാ. പപ്പൻ, കുയില്, ചിറ്റാമൃത്, മായൻ, SRK. ഹലോ. നല്ല സ്വഭാവമുള്ള ആളുകളാ. ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ള ആളുകളെ കണ്ടിട്ടാൻ പാടാ. ഇവനിത് ആരെ കുറിച്ചാ പറയണേ? നമ്മളെ കുറിച്ചാണ്. സത്യമായിട്ടും ഐശ്വര്യ വലത് കാലം വെച്ച് കയറിക്കോളൂ. അല്ല, ഞാൻ ഇടതുകാലം വെച്ച് കയറിയല്ല എന്താ കുഴപ്പം? ഞാൻ നിന്റെ കെട്ടിയോളൊന്നും അല്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഏതെങ്കിലും കാലം വെച്ച് കയറിക്കോ. ആ ഇടത് മതി. ഓ ഓ ഓ ഞാൻ നിന്റെ കരിങ്കാലാണ് അവിടെ നിന്നാ മതി. വരൂ കുട്ടി, നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാരും കൂടെ ഇരിക്കട്ടാ, ഞാൻ നോക്കിട്ട് വരാം. അവിടെ ഇരിക്കേ. മര്യാദക്ക് പണിക്ക് പോയാൽ മതിയായിരുന്നു. ഇത് ഫുള്ളി ഫർണിഷ്ഡാ. കൊള്ളാലോ.
മാലയ്ക്ക് വേണമെങ്കിൽ ഈ മുറിയിൽ കിടക്കാം, മാലയ്ക്ക് വേണമെങ്കിൽ ആ മൂലക്ക് കിടക്കാം, അവിടെ കിടക്കാം, എന്റെ കൂടെ കിടക്കാം, അല്ല എന്റെ മുറിയിൽ കിടക്കാം, എവിടെ വേണമെങ്കിലും കിടക്കാം. എല്ലാം മാലയുടെ ഇഷ്ടം. ശരി ശരി. വാ, ഇനിയുണ്ട് റൂംസ്. ഇതാണ് നമ്മുടെ പ്രധാന പാചകശാല. വേണമെങ്കിൽ തിരുവാതിര കളിക്കാം. ഇവിടെയോ? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ട് ആ കളി കളിപ്പിക്കാതിരുന്നാ മതി. എന്താ പേടിയാ? പേടിയോ? എനിക്കോ? എന്നാ പിന്നെ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുവോ? ഓൾ ഇവിടെ നിൽക്കാനാ പരിപാടിയെങ്കിൽ പറച്ചോനെ ഇജ്ജെന്നെ കാക്കേ വഴിയുള്ളോ. എന്റെ കൺട്രോള് പോവാണ്ട. ഇങ്ങോട്ട് കയറിക്കോ. എന്റെ പേടി അമ്പാളും നാട്ടുകാരും കൂടി പെലാട്ട് പറഞ്ഞുണ്ടാക്കുന്ന. എനിക്ക് നാട്ടിലും പാർട്ടിയിലും ഒരു ഇമേജ് ഉള്ളതാ. ഓ എന്തിന് ഇവരിവിടെ ഭാര്യയും ഭർത്താവായിട്ട് കഴിയുകയാണെങ്കിൽ ആർക്ക് എന്താണ് പ്രശ്നം? തമ്പൊരു വേലക്കാരനും അത്രേ ഉള്ളൂ. ഇവര് രണ്ടുപേരും ഭാര്യയും ഭർത്താവാണെങ്കിൽ എന്തൊലക്കാണ് നമ്മൾ ഉറക്കൊഴിക്കണത്? തീരുമാനം എന്താണെങ്കിലും മാല പറഞ്ഞോ. പറ്റുന്നെങ്കിൽ നിക്ക്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. രണ്ടായാലും കുഴപ്പമില്ല. അറിയാലോ, എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. ഇത്ര നാള് നിക്കണം എന്നൊന്നും എന്റെ അടുത്ത് പറയരുത്. സന്തോഷത്തോടെ ആണെങ്കിൽ പോണവരെ പോവാം. പിന്നെ കാശ് അത് മാസം തികയുമ്പോ തരും. ഏ? അല്ല, മാസാമാസം തരും. അയ്യോ തെറ്റി. ആ, നീ ഒരാളാണെങ്കിൽ ശരി. ആ വെളിയിരിക്കുന്നവരുടെ ഉദ്ദേശം? കൂടെ അങ്ങോട്ട് അകത്ത് പോയിരുന്നെങ്കിൽ തട്ട് മുട്ടേ ഒപ്പം നിന്ന് വർത്താനം പറയൊക്കെ ചെയ്യായിരുന്നില്ലടാ പന്നിയോളെ. ഇതൊരു മാതിരി കായില്ലാത്തൊരു ഇറച്ചി വാങ്ങാൻ വന്ന പോലെ. കുഞ്ഞു മിണ്ടാടിരിക്കടാ. ഇറച്ചി കൊതിക്കാരൻ വന്നു പുറത്തിറങ്ങിയ പീഡ കേസാ. പടി പാളും. ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ നെഞ്ചു പറിച്ചിട്ട് പാടില്ല. എങ്ങടാ അവിടെ ഇരിക്കടാ. ഒരു ക്രിമിയടി വന്നേക്കണ്. എവിടെ നീ പറഞ്ഞ ആള്? വെള്ളം പുള്ളിക്കിന്ന് കളിയുണ്ടേ. വരും, കരുതിയിരുന്നു.